ആത്മഹത്യ ചെയ്ത സോനയുടെ സഹോദരൻ ബേസിൽ എൽദോസ് ടെലിഫോൺ ലൈനിലും. ശ്രീ ജോസുകുട്ടി ഒഴികയിൽ എന്താണ് കത്തോലിക്ക സഭയ്ക്ക് ഇക്കാര്യത്തിലുള്ള നിലപാട്? നേരത്തെ ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള ആരോപണം പലതവണ ഉന്നയിച്ചിട്ടുള്ളതാണ് ക്രൈസ്തവ സഭകൾ. കോതമംഗലത്തെ സംഭവത്തെയും ആ രീതിയിലാണോ കാണുന്നത്? കോതമംഗലം സംഭവത്തിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതായത് മതം മാറിയെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അസന്നിഗ്ധമായി ആ പെൺകുട്ടിയോട് അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്ന അല്ലെ അവളെ സ്നേഹിച്ചിരുന്ന ചെറുപ്പക്കാരൻ അറിയിക്കുകയാണ്. രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന വാഗ്ദാനം നൽകി അവളുടെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് പോയിട്ട് അവസാനം അവൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലെത്തിക്കുകയും അവിടെ വെച്ച് അവൾ പെൺകുട്ടിയെ മർദ്ദിക്കുകയും മാനസികമായി അത് അവളെ തളർച്ചയിലേക്ക് നയിക്കുകയും അതിൻ്റെ പരിണത ഫലമായിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഈ പെൺകുട്ടിയുടെ തന്നെ ആത്മഹത്യാക്കുറിപ്പും പെൺകുട്ടി ഇതുമായി ഈ സമയത്ത് ബന്ധപ്പെട്ട അവളുടെ കൂട്ടുകാരികളുടെ മൊഴികളും ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ ഒരു നിർബന്ധിത മതം മാറ്റത്തിനുള്ള ഒരു ശ്രമം, അതും വിവാഹത്തിന് വേണ്ടി നിർബന്ധിത മതം മാറ്റത്തിനുള്ള ഒരു ശ്രമം നടന്നിരിക്കുന്നു എന്നത് അസന്നിഗ്ധമാണ് നിലവിലുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഞങ്ങൾ എല്ലായ്പ്പോഴും പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിച്ചു കൊള്ളട്ടെ, അവർ സ്നേഹിച്ച് അവർ വിവാഹം കഴിച്ചു കൊള്ളട്ടെ. പക്ഷേ ആ സ്നേഹിക്കുന്നതിൻ്റെയും വിവാഹം കഴിക്കുന്നതിൻ്റെ ഒരു വ്യവസ്ഥയായി അവരുടെ മതത്തിലേക്ക് മാറണം എന്നാവശ്യപ്പെടുമ്പോൾ അത് മതമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം ആവുകയാണ്. ആ തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി പല കേന്ദ്രങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഈ കാര്യത്തിൽ തെളിവുകളുടെ അഭാവം, കേസിൻ്റെ അഭാവമൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. നമ്മുടെ നിയമസംഹിതയ്ക്കകത്ത് ലവ് ജിഹാദ് എന്ന ഒരു സംഭവം നിർവചിക്കപ്പെടുകയോ അല്ലെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്താണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കാണുന്നത്? അതായത് മറ്റ് മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ വിവാഹം വാഗ്ദാനം നൽകി മതം മാറ്റുകയും മതം മാറിയതിന് ശേഷം പലപ്പോഴും ഈ പെൺകുട്ടികളെ നിരാലംബരാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മതം മാറ്റാൻ വേണ്ടി സ്നേഹിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നത് പോലെയാണ് കാര്യങ്ങൾ വരുന്നത്. തീർച്ചയായും ഇത് വളരെ ഗുരുതരമായ ഒരു സാമൂഹ്യ സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ പ്രത്യേക സംഭവത്തിൽ കൃത്യമായ കേന്ദ്രീയ ഏജൻസികളുടെ അന്വേഷണം നിഷ്പക്ഷമായി ഉണ്ടാകണം. അങ്ങനെ നിഷ്പക്ഷമായ കേന്ദ്രീയ ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായിട്ട് അന്വേഷിച്ചാൽ മതി. ഞങ്ങൾ വേറൊന്നും ആരോപിക്കുന്നില്ല. അന്വേഷണം ഉണ്ടാകണം. അന്വേഷണം ഉണ്ടായിട്ട് ഇവിടെ സംശയിക്കത്തക്ക വിവിധ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്വേഷിച്ചിട്ട് അതിൻ്റെ പിന്നിലെ വസ്തുക്കൾ എന്താണെന്ന് പുറത്തു കൊണ്ടുവരണം. ആ തരത്തിൽ പെൺകുട്ടിയെ മരണത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ ഒരു മതം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു കുറ്റമായി തന്നെ കാണേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണം. ശരി, അഡ്വക്കേറ്റ് ബി എൻ ഹസൻ, ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള പരാതികളും വന്നു കഴിഞ്ഞതാണ്. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് തന്നെ പറയുന്നത് ഇത് ലവ് ജിഹാദാണോ എന്നുള്ള സംശയം ഉണ്ട് എന്നാണ്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസിന്റെ മെല്ലെപ്പോക്ക് വ്യക്തമാണല്ലോ. നിർബന്ധിത മതപരിവർത്തനം, അതിനുവേണ്ടി മർദ്ദിച്ചു, പാനായിക്കുളത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു, വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടാണ് പോലീസ് ആ രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാത്തത്? എന്ത് തടസ്സമാണ് ഇക്കാര്യത്തിൽ പോലീസിനുള്ളത്? അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. പ്രണയത്തിൽ വീഴുകയും പ്രണയത്തിന്റെ കുരുക്കിലകപ്പെടുകയും സ്വാഭാവികമായും നാം ഇപ്പോൾ ജീവിക്കുന്നത് ചങ്ങമ്പുഴയുടെ കാലത്തെ പ്രണയ കാലഘട്ടത്തിലാണ് അല്ല എന്നുള്ള വസ്തുത കൂടി നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യബോധത്തോട് ഇക്കാര്യത്തെ സമീപിക്കേണ്ടത്. അപ്പോ ഇവിടെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യപ്പെടേണ്ടി വരുന്നു. പോലീസ് അക്കാര്യത്തിൽ BNS 69, 108, 115 എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ അതിലെ പ്രധാന കാരണക്കാരനെന്ന് കരുതുന്ന 6ഓളം നാർക്കോട്ടിക് കേസുകൾ പ്രതിയാണെന്ന് സംശയിക്കുന്ന റമീസ് എന്ന് പറയുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നു. യുവാവ് ഇപ്പോ പോലീസിന്റെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരുന്നു. അതിനെ തുടർന്ന് അവരുടെ മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതിന്റെ അർത്ഥത്തിൽ ഉള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ ഏതെങ്കിലും നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യമായി വരുന്നത്. കത്തോലിക്ക സഭയും സ്വാഭാവികമായും ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളും അത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ മധ്യത്തിലാണ് ഇത് ലവ് ജിഹാദാണ് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ മറ്റു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ
ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർ പ്രണയം നടിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന് ഒരു സംഘടിത ശ്രമമുണ്ട് എന്ന് RSSന്റെ അജണ്ടയാണ് കഴിഞ്ഞ കുറെ നാളുകളായി നാം കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അത് ക്രൈസ്തവ സഭകൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ക്രൈസ്തവ സഭ അങ്ങനെ പറയുമ്പോൾ അത് വർഗീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരിടുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് CPM ആണ്. സർക്കാർ പോലും ഇക്കാര്യത്തിൽ ക്രൈസ്തവ സഭകൾക്ക് എതിർ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ അവരിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ കത്തോലിക്ക സഭയിൽ ഉൾപ്പെട്ടയാളല്ല ആത്മഹത്യ ചെയ്ത പെൺകുട്ടി, യാക്കോബായ സഭയാണ്. എങ്കിലും കത്തോലിക്ക സഭ തങ്ങളുടെ ആശങ്ക ഇക്കാര്യത്തിൽ വീണ്ടും പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ പ്രതിനിധി തന്നെ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്ന കാര്യം അത് സർക്കാർ കേൾക്കാറില്ല, പകരം മറിച്ച് ഞങ്ങളെ അധിക്ഷേപിക്കുകയാണ്. ഈ രീതിയിലാണ് സഭയുടെ വക്താക്കൾ ഇതിനെ കാണുന്നത്. ഞങ്ങളുടെ ആശങ്ക വീണ്ടും ശരിയാണ് എന്ന് ഇവിടെ ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് സഭയുടെ വക്താക്കൾ പറയുന്നത്. അത് ശരിയുമാണല്ലോ. ഇവിടെ ക്രൈസ്തവ മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് മുസ്ലിമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ആശങ്ക നിലനിൽക്കുകയാണ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ? മഞ്ജുഷ്, ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് കാണേണ്ടത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം കൂടിയുണ്ട്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടി പ്രണയത്തിൽ അകപ്പെടുകയും ആ പ്രണയത്തെ തുടർന്ന് വിവാഹം കഴിക്കണമെങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് നിക്കാഹ് നടത്തണമെങ്കിൽ നിർബന്ധിതമായും ആ പെൺകുട്ടിയോ ചെറുപ്പക്കാരനോ ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാത്രമേ അത്തരത്തിൽ ഒരു വിവാഹ ബന്ധത്തിൽ നിക്കാഹ് നടത്തുന്നതിന് കഴിയുള്ളൂ. അത് ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിതമെന്ന് കരുതുന്നതും അത് ഷഹാദത്ത് കലിമ 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സെമറ്റിക് മതത്തിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഉൾപ്രേരണയിൽ നിന്ന് വരുന്നത് മാത്രമാണ്. അപ്പോൾ താങ്കൾ ഇക്കാര്യത്തിൽ മറ്റ് സംഘടനകളുടെ പങ്കാളിത്തമൊന്നും സംശയിക്കുന്നില്ല? ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായതുപോലെയുള്ള മറ്റ് സംഘടനകളുടെ പങ്ക്, അതുപോലെ തന്നെ അതൊരു സംഘടിതമായ ഒരു ശ്രമം, മുസ്ലിം ആക്കുവാനുള്ള സംഘടിതമായ ശ്രമം, അതിലേക്ക് താങ്കൾ സംശയം ഉന്നയിക്കുന്നതേ ഇല്ല അല്ലെ BN ഹസ്കർ? അല്ല, നിശ്ചയമായി അത്തരത്തിലൊരു സംഘടിത ശ്രമം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതത്തിന്റെ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് പരിശോധിച്ചു കഴിഞ്ഞാൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി അടുത്തിടപഴകുന്ന ആളുകളാണ് മുസ്ലിം സമുദായം. ഒരുപക്ഷെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ക്രിസ്ത്യൻ സമൂഹത്തിൽ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളത്. പക്ഷെ എന്നാൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാകുന്നത് എന്ന് പറയുന്നത് കൃത്യമായി ഇവർ ജമാഅത്തുമായി അല്ലെങ്കിൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കും. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ അന്യമതസ്ഥരെ വിവാഹം കഴിക്കുന്നതോടുകൂടി ആ കുടുംബത്തെ പോലും ജമാഅത്തിന്റെ ഒരു പ്രവർത്തനങ്ങളിലും പങ്കെടുപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ നിരോധനം ഏർപ്പെടുത്തുന്നതിനുള്ള ശേഷി അടക്കം ജമാഅത്തുകൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ച ഇക്കാര്യത്തിൽ സഭകളുടെ ആശങ്കയും അതുപോലെ തന്നെ BJPയുടെ ആരോപണവും അത് ലവ് ജിഹാദിലേക്കാണല്ലോ. അത് താങ്കൾ ഇവിടെ സംശയിക്കുന്നതേ ഇല്ല എന്ന് തന്നെയല്ലേ? അത് നിശ്ചയമായും അതൊരു ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വെറും ആക്ഷേപങ്ങളും ആരോപണങ്ങളും മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. ശരി, ശ്രീ കെന്നഡി കരിമ്പിൽക്കാലയിൽ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കോതമംഗലത്ത് നടന്ന ഈ ആത്മഹത്യ അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നത് എന്നാണ് അഡ്വക്കേറ്റ് BN ഹസ്കറുടെ വാദം. ഇക്കാര്യത്തിൽ